ഹലോ നമസ്കാരം. ഹൈദരാബാദിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ് കുത്തബ് ഷാഹി ടോംബ്സ്. 1518 മുതൽ 1687 വരെ ഏകദേശം 169 വർഷത്തോളം ഗോൽക്കൊണ്ട ആസ്ഥാനമാക്കി ഡെക്കാൻ ഭരിച്ചിരുന്ന കുത്തബ് ഷാഹി ഡൈനസ്റ്റിയിലെ സുൽത്താൻമാരുടെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ടോംസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു 106 ഏക്കറിൽ വ്യാപിച്ചിടക്കുന്ന ഇവിടെ ഏകദേശം 30ഓളം ടോംസും പിന്നെ മോസ്കും സ്റ്റെപ്പ് വെൽസും പിന്നെ മൃതശരീരം കുളിപ്പിക്കാനുള്ള മോർച്ചറി ബാത്തും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. കുത്തബ് ഷാഹി ഹെറിറ്റേജ് പാർക്കിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് 6ാമത്തെ സുൽത്താനായിരുന്ന അബ്ദുള്ള കുത്തബ് ഷാഹിയുടെ ശവകുടീരമാണ്. 14ാമത്തെ വയസ്സിലെ സുൽത്താനായി ഇദ്ദേഹം 1626 മുതൽ 1672 വരെ ഈ സുൽത്താനേറ്റ് ഭരിച്ചിരുന്നു. ഏകദേശം 30-35 അടി ഹൈറ്റുള്ള ഒരു സ്ക്വയർ ബേസിലാണ് ഇത് പണിതിരിക്കുന്നത്. 2 നിലകളിലായിട്ട് പണിതിരിക്കുന്നതിന് ഏകദേശം ഒരു 60 മുതൽ 70 വരെ ഫീറ്റ് ഉയരമുണ്ട്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഡോമിന് ഏകദേശം ഒരു 25 മീറ്റർ ഡയാമീറ്റർ ഉണ്ട്. ലൈം സുർക്കി മിക്സർ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടോംബിൽ നമുക്ക് ഒരുപാട് ആർക്കിടെക്ചറൽ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ടോംബിൻ്റെ 4 മൂലക്കിലും ഓരോ മിനാരങ്ങൾ, 2 സ്റ്റോറിയിലും 4 മൂലക്കിലും ഓരോ മിനാരങ്ങൾ പണിതിട്ടുണ്ട്. ഇതാ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോമിൽ ഒരു ഫ്ലോറൽ ഡെക്കറേഷൻ ആർക്കിടെക്ചറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഇന്ത്യൻ, ഇസ്ലാമിക് ആൻഡ് പേർഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു സംയോജനമാണെന്ന് പറയാം. ഈ ഫ്ലോറൽ ഡെക്കറേഷൻസ് കൂടാതെ ഈ ടോംബിൽ നമുക്ക് ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ മുഖമുദ്രയായ ആർച്ചുകളും നമുക്ക് ഒരുപാടെണ്ണം കാണാൻ സാധിക്കും. ഇതാ, നമ്മളിപ്പോൾ ഈ ടോംബിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഈ വാതിലിനപ്പുറമാണ് നമ്മുടെ സുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ ഡോമിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ താഴെ ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഡോമിലും ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറൽ ഡെക്കറേഷൻസ് പോലെയുള്ള ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻസാണ് ഇവിടെ കാണുന്ന ഈ ആർച്ചുകൾ. എല്ലാ ഇസ്ലാമിക് വാസ്തുവിദ്യയിലും നമുക്ക് ഇതുപോലത്തെ ആർച്ചുകൾ കാണാൻ സാധിക്കും. ഇത് വളരെ മനോഹരമായിട്ടുള്ള ആർച്ചുകൾ നമുക്ക് ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ കാണുന്നത് 7ാമത്തെ കിങ് അബ്ദുൽ ഹസൻ കുത്തബ് ഷാഹിയുടെ ടോംബാണ്. 1700 മരിച്ച ഇദ്ദേഹം കുത്തബ് ഷാഹി ഡൈനസ്റ്റിയിലെ അവസാനത്തെ രാജാവാണ്. ഇതൊരു അൺഫിനിഷ്ഡ് ടോംബാണ്. നമുക്കിവിടെ സുൽത്താൻമാരുടെ ശവകുടീരങ്ങൾ മാത്രമല്ല, ആ രാജകുടുംബത്തിലെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ശവകുടീരം കൂടി കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്നത് മുഹമ്മദ് കുത്തബ് ഷായുടെ സഹോദരിയായിരുന്ന ഫാത്തിമ സുൽത്താനയുടെ ശവകുടീരമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് മറ്റൊരു വലിയ ശവകുടീരം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോംപ്ലക്സിൽ ഒരുപാട് ശവകുടീരങ്ങളുണ്ടെങ്കിലും ഇതിൽ സ്ത്രീകളുടെ ശവകുടീരങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ശവകുടീരം. ഇത് കുത്തബ് ഷാഹി ഡൈനസ്റ്റിയിലെ മാ സഹേബ എന്നറിയപ്പെട്ടിരുന്ന ബീഗം ഹയാത്ത് ബക്ഷിയുടെ ശവകുടീരമാണ്. 5th സുൽത്താനായിരുന്ന മുഹമ്മദ് കൂലി കുത്തബ് ഷായുടെ ഭാര്യയും 6th സുൽത്താനായിരുന്ന അഹമ്മദ് കുത്തബ് ഷായുടെ മാതാവുമാണ് ഈ ബീഗം ഹയാത്ത്. അഹമ്മദ് കുത്തബ് ഷാ 14ാം വയസ്സിൽ ഇവിടുത്തെ രാജഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്ന ഈ ബീഗമാണ് ഇവിടുത്തെ ഒരു റീജൻ്റായിട്ട് ഭരണകാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സുൽത്താനേറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ടോംബിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്ക് ബീഗത്തിൻ്റെ ശവകല്ലറ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലും ഒരുപാട് ആർക്കിടെക്ചറൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കണ്ടിരുന്ന ആ ഡോമിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറേ ഡെക്കറേഷൻസും ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് ഈ ഹാളിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് ഈ ശവകുടീരം കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ടോംബിലും ഇതേ സെയിം മെത്തേഡിലാണ് ശവകല്ലറകൾ കാണുന്നത്. നമുക്ക് ഈ ഒരു ടോംബിന് പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ജുമാ മസ്ജിദ് അല്ലെങ്കിൽ ഗ്രാൻഡ് മോസ്ക്. കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയിലെ വൺ ഓഫ് ദ മെയിൻ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ കാണുന്ന ജുമാ മസ്ജിദ്. ഇതൊരു നിത്യാരാധനയ്ക്കുള്ളൊരു പള്ളി എന്നതിനേക്കാൾ ഉപരി ഇതൊരു മയ്യത്ത് നമസ്കാരത്തിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതൊരു 2 നിലയുള്ള ഈ പള്ളി ഇൻഡോ ഇസ്ലാമിക് ആൻഡ് പേർഷ്യൻ ആർക്കിടെക്ചറുകളുടെ ഒരു സംയോജനമാണെന്ന് പറയാം. ഇതിൻ്റെ 4 വശത്തും വളരെ ഉയരമുള്ള മിനാരങ്ങൾ ഈ പള്ളിയുടെ 4 വശത്തും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ആർട്ട് വർക്കുകളും കമാനങ്ങളും എല്ലാം ഈ പള്ളിയിൽ ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റും ലൈം സുർക്കി മിക്സറും വെച്ചിട്ടാണ് 2 നിലകളുള്ള ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുത്തബ് ഷാഹി സാമ്രാജ്യത്തിലെ 5ാമത്തെ സുൽത്താനായിരുന്ന മുഹമ്മദ് കുത്തബ് ഷാഹിയുടെ ടോംബാണ്. 1612 മുതൽ 1626 വരെ കുത്തബ് ഷാഹി സാമ്രാജ്യം ഭരിച്ചിരുന്ന ശക്തനായൊരു സുൽത്താനായിരുന്നു മുഹമ്മദ് കുത്തബ് ഷാ. നമ്മൾ കണ്ടിരുന്ന മറ്റു ടോംബുകളെ പോലെ തന്നെ ഒരു സ്ക്വയർ ബേസിൽ 2 നിലകളിലായിട്ടാണ് ഈ ടോംബും പണിതിരിക്കുന്നത്. ഇതിലും ഒരുപാട് ആർട്ട് വർക്കുകളും ആർക്കിടെക്ചറൽ വർക്കുകളൊക്കെ ഉണ്ട്. മറ്റു ടോംബുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഡോം പച്ച നിറത്തിലുള്ള തിളങ്ങുന്ന മാർബിൾ കല്ലുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ 2 നിലകളിലും ഒരുപാട് ആർച്ചുകൾ, കമാനങ്ങളും അതുപോലെ തന്നെ കുറേ മിനാരങ്ങളും ഡെക്കറേഷൻ വർക്കുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാ വശത്തും കുറേ ഭംഗിയുള്ള മിനാരങ്ങൾ, ആർച്ചുകൾ നമുക്ക് കാണാം.
മറ്റു ടോംബുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഘടനയാണ് ഇതിനുള്ളത്. അതായത് ആർച്ചുകളുടെ എണ്ണവും ഡെക്കറേഷൻ്റെ എണ്ണവും എല്ലാം ഇതിൽ വളരെ കൂടുതലാണ്. ഈ ഒരു കോംപ്ലക്സിലെ ഏറ്റവും ഭംഗിയുള്ളൊരു ടോംബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഈ കാണുന്ന 5ാമത്തെ കിങ്ങായിരുന്ന മുഹമ്മദ് കുത്തബ് ഷാഹിയുടെ ടോംബാണെന്ന് പറയാം. ഇവിടുത്തെ ടോംബുകൾക്കൊക്കെ കാലപ്പഴക്കം കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ റീസ്റ്റോറേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ റിപ്പയറിംഗ് വർക്ക് കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടോംബ്. ഇവിടെ സുൽത്താൻമാരുടെയും രാജ്ഞിമാരുടെയും ശവകുടീരം മാത്രമല്ല, കുത്തബ് ഷാഹി ഡൈനസ്റ്റിയിലെ പ്രധാനപ്പെട്ട മറ്റു വ്യക്തികളുടെ ശവകുടീരം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാമ്രാജ്യത്തിലെ 2 പ്രധാനപ്പെട്ട ഡോക്ടർമാരായിരുന്ന നിസാമുദ്ദീൻ ഗിലാനിയുടെയും അബ്ദുൽ ജബ്ബാർ ഗിലാനിയുടെയും ശവകുടീരവും അതിന് തൊട്ട് പുറകിലായിട്ട് കാണുന്നത് കുത്തബ് ഷാഹി ഡൈനസ്റ്റിയിലെ അബ്ദുള്ള കുത്തബ് ഷാഹിയുടെ കമാൻഡറായിരുന്ന ആഖാം ഖാൻ്റെ ശവകുടീരമാണ്. ഇതുപോലെ തന്നെ സുൽത്താനേറ്റിലെ പ്രധാനപ്പെട്ട മറ്റ് ഒരുപാട് ആളുകളുടെ ശവകുടീരം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ശവകുടീരങ്ങളിലെല്ലാം തന്നെ ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. മറ്റ് ശവകുടീരങ്ങളുള്ള പോലെ തന്നെ കമാനങ്ങളും ഒരുപാട് പൂക്കളുടെ ഡിസൈൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിസൈനുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ എല്ലാ ശവകുടീരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ അവർ ചെയ്തിരിക്കുന്ന ഈ ഒരു കമാനങ്ങളുടെ വർക്കാണ്. അത് നമുക്ക് അറിയാം, ഒരു ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇത്തരത്തിലുള്ള കമാനങ്ങൾ. ഇവിടെ എല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ശവകുടീരങ്ങളും പള്ളികളും കൂടാതെ ഇതുപോലുള്ള സ്റ്റെപ്പ് കല്ലുകൾ ഒരുപാടെണ്ണം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് കല്ല് ഇത് മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്തത് ഇവിടുത്തെ മൃതശരീരങ്ങൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നു. ഇതുപോലത്തെ ഒരുപാട് സ്റ്റെപ്പ് കല്ലുകൾ ഇവിടെ പല സ്ഥലത്തായിട്ടുണ്ട്. ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ കുത്തബ് ഷാഹി ഹെറിറ്റേജ് പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആഗാ ഖാൻ ട്രസ്റ്റാണ്. നമ്മൾ ഹൈദരാബാദ് വരുമ്പോൾ ഈ കുത്തബ് ഷാഹി ഹെറിറ്റേജ് പാർക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ഓക്കെ, താങ്ക് യു.